الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ അല്ലാഹുവേ, നിൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നിൻ്റെ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, സാധുക്കളായ നമുക്കെല്ലാവർക്കും നീ പുറത്തു തരണേ റഹ്മാനെ. ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ കുറിച്ച്, അവിടുത്തെ പ്രകാശത്തിനെ കുറിച്ചിട്ടാണ് ഇന്നലെ തുടങ്ങി വെച്ചത്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖല്ലാഹു തആല ഖബ്ലൽ അശ്യാ. ഹബീബായ മുത്തുനബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും കാലും മുന്നുള്ളൂ. എല്ലാത്തിനെക്കാട്ടും മുന്നേ ആരെയാണ് അല്ലാഹു തആല പഠിച്ചത്? എനിക്കൊന്ന് പറഞ്ഞു തരണോ. ലോകത്തിനെയാണ് അല്ലാഹു തആല പഠിച്ചത്? ഭൂമിയെയാണോ? ആകാശത്തിനെയാണോ? മലക്കുകളെയാണോ? ജിന്നുകളെയാണോ? മനുഷ്യരെയാണോ? ആരെയാണ് അല്ലാഹു തആല ആദ്യമായിട്ട് പഠിച്ചത്? അപ്പോഴാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടിയായിക്കൊണ്ട് പറയുന്നു, യാ ജാബിർ, ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബ്ലൽ അശ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി. ഓ ജാബിറെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പഠിച്ചത് നിന്റെ നബിയിൻ്റെ പ്രകാശമാകുന്ന നൂറിനെയാണ്. അള്ളാഹുവിൻ്റെ നൂറാകുന്ന ആ പ്രകാശത്തെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നബിയുടെ പ്രകാശമാകുന്ന ആ നൂറിനെയാണ് അല്ലാഹു തആല ആദ്യമായിട്ട് പഠിച്ചത്. എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് അവൻ ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം ആ പ്രകാശത്തെ അല്ലാഹു ചുറ്റിക്കുകയാണ്. എല്ലാ വസ്തുക്കളെക്കാളും മുന്നേ ആ പ്രകാശത്തെ പടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചിടത്തെല്ലാം ആ പ്രകാശത്തെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടേക്കെല്ലാം ആ പ്രകാശം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകളെക്കാളും ആകാശത്തിനേക്കാളും ഭൂമിയേക്കാളും സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ജിന്നിനേക്കാളും മനുഷ്യനേക്കാളും അവർ ആരും ഉണ്ടായിരുന്നില്ല. അവർ ആരും ഇല്ലാത്ത സമയത്ത് എൻ്റെ പ്രകാശത്തിനെയാണ്, എൻ്റെ നൂറിനെയാണ് അല്ലാഹു തആല ആദ്യം പഠിച്ചത്. ഒന്ന് മലക്കുകൾ ഇവിടെ ഉണ്ടായിട്ടില്ല, മലക്കുകൾ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. ഭൂമിയിൽ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. ജിന്നുകൾ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒന്നിനെയും അല്ലാഹു പഠിച്ചിട്ടില്ല. എല്ലാത്തിനേക്കാളും മുമ്പ് എൻ്റെ പ്രകാശത്തെ അല്ലാഹു തആല പഠിച്ചു. എന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ എൻ്റെ നൂറിനെ അല്ലാഹു 4 ഭാഗമാക്കി. എൻ്റെ പ്രകാശത്തെ 4 ഭാഗമാക്കി. മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശത്തെ അള്ളാഹു 4 ഭാഗമാക്കി. ഒന്നാമത്തെ ഭാഗത്തിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്ന കലമിനെ അല്ലാഹു തആല പഠിച്ചു. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്ന കലമിനെ അല്ലാഹു തആല പഠിച്ചു. രണ്ടാമത്തെ ഭാഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തെ 4 ഭാഗമാക്കി. ഒന്നാമത്തെ ഭാഗം കൊണ്ട് കലമിനെയും രണ്ടാം ഭാഗം കൊണ്ട് ലൗൽ മഹ്ഫൂദിനെയും അല്ലാഹു തആല പഠിച്ചു. എത്ര ബാക്കിയുള്ളൂ? ഈ 2 ബാക്കിയുണ്ട്. മൂന്നാം ഭാഗത്തിട്ട് അള്ളാഹുവിൻ്റെ അർശിനെ പഠിച്ചു. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന, അള്ളാഹുവിൻ്റെ അർശാകുന്ന ആ അർശിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഭാഗം കൊണ്ട് പഠിച്ചു.
എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാലാമത്തൊരു ഭാഗം ബാക്കിയുണ്ട്. അതിന് ആ നാലാമത്തൊരു ഭാഗത്തിന് അള്ളാഹു വീണ്ടും 4 ഭാഗമാക്കി. അതാണ് അള്ളാഹുവിന്റെ നൂറിനെ കുറിച്ച് മനസ്സിലാക്കുമെന്ന് പറഞ്ഞത്. ആ നാലാമത്തെ ഭാഗത്തിന് വീണ്ടും 4 ഭാഗമാക്കി. എന്നിട്ട് ഹബീബായ മുത്തനബി പറയുന്നു, ഒന്നാം ഭാഗം കൊണ്ട് അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ പടച്ചു. അള്ളാഹുവിന്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന ആ അർശിന്റെ തൂണായി നിൽക്കുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. ആ മലക്കുകളെ അള്ളാഹുത്തല പഠിച്ചു. രണ്ടാം ഭാഗം കൊണ്ട് ആ നാലാമത്തെ ഭാഗത്തിന് 4 ഭാഗമാക്കി. അതിൽ ഒന്നാമത്തെ ഭാഗം കൊണ്ട് അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, അതിന്റെ രണ്ടാമത്തെ ഭാഗം കുർസിനെ ചുമക്കുന്ന മലക്കുകളെ പടച്ചു. മൂന്നാം ഭാഗത്തിനിട്ട് ബാക്കിയുള്ള എല്ലാ മലക്കുകളെയും പടച്ചു. ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തിനാണ് അവർ പഠിച്ചത്. എന്നിട്ട് അതിലും നാലാമത്തൊരു ഭാഗം ബാക്കിയുണ്ട്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പിന്നെ ബാക്കിയുള്ള നാലാമത്തെ ഭാഗത്തിന് അതിന് വീണ്ടും അല്ലാഹു തആല 4 ഭാഗമാക്കി. എത്രയാണ് റസൂലുള്ളാഹിന്റെ പ്രകാശത്തിന്റെ മഹത്വം പറയുന്നത്. ആ നാലാമത്തെ വീണ്ടും 4 ഭാഗമാക്കി. ഒന്നാം ഭാഗം കൊണ്ട് ആകാശത്തിനെയും, രണ്ടാം ഭാഗം കൊണ്ട് ഭൂമിനെയും, മൂന്നാം ഭാഗം കൊണ്ട് സ്വർഗത്തിനെയും നരകത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചു. അതിലുള്ള നാലാമത്തെ ഭാഗത്തിന് വീണ്ടും 4 ആക്കി. അതിൽ ഒരു ഭാഗം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിനെ പടച്ചു, മറ്റൊരു ഭാഗം കൊണ്ട് അള്ളാഹുവിൻ്റെ ആകാശത്തെ പടച്ചു, മറ്റൊരു ഭാഗം കൊണ്ട് എന്ത് പടച്ചു, അതിന് നരകത്തിനെയും സ്വർഗത്തിനെയും അള്ളാഹുത്തല പടച്ചു. പിന്നെ ഒരു ഭാഗം ബാക്കിയുണ്ട്, അതിൽപ്പെട്ട നാലാമത്തൊരു ഭാഗം ബാക്കിയുണ്ട്. എന്നിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ നാലാമത്തെ ഭാഗത്തിന് വീണ്ടും അള്ളാഹു 4 ഭാഗമാക്കി സൃഷ്ടിച്ചു. ഇതെല്ലാം റസൂലുള്ളാഹിന്റെ നൂറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം കൊണ്ട് മുഅ്മിനീങ്ങൾക്കുള്ള കണ്ണിന്റെ പ്രകാശത്തെ പടച്ചു. അതിൽപ്പെട്ട നാലാമത്തെ ഭാഗം കൊണ്ട് മുഅ്മിനീങ്ങൾക്കുള്ള കണ്ണിന്റെ പ്രകാശത്തെ പടച്ചു. അതിന്നിട്ട് രണ്ടാമത്തെ ഭാഗം കൊണ്ട് ഹൃദയത്തിന്റെ പ്രകാശത്തെ, മുഅ്മിനീങ്ങൾക്കുള്ള ഹൃദയത്തിന്റെ പ്രകാശത്തെ അല്ലാഹുത്തആല പടച്ചു. എന്താണ് ഹൃദയത്തിന്റെ പ്രകാശം എന്നാൽ അല്ലാഹുത്തആല പറയുന്നു, അത് അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള മാരിഫത്ത്, അള്ളാഹുവിനെ അറിയാനുള്ള, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാനുള്ള ആ ഇൽമാണ് ആ ഹൃദയത്തിന്റെ പ്രകാശം എന്ന് ഹബീബായ മുത്തുനബി പറയുന്നു. എന്നിട്ട് പറയുന്നു, മൂന്നാമത്തെ ഭാഗം കൊണ്ട് അവരുടെ സമാധാനമാകുന്ന പ്രകാശം. ഏതാണ് സമാധാനം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ തൗഹീദ് കലിമയാണ് അല്ലാഹു തആല പഠിച്ചത്. ഇതാണ് റസൂലുള്ളാഹിന്റെ നൂറിനെ കുറിച്ച്. റസൂലുള്ളാഹിന്റെ ഒരു നൂറിനെ കുറിച്ച് എത്ര ഭാഗമാക്കി. ആ 100 കൊണ്ടാണ് മലക്കുകളെയും ജിന്നുകളെയും ഇൻസിനെയും ആകാശത്തെയും ലൗഹിനെയും കലമിനെയും അല്ലാഹു തആല പഠിച്ചത്. അതാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുന്തു അവ്വലൽ അംബിയാഇ ഖൽഖൻ വആഖിറുഹും ബഅസാ. കുന്തു അവ്വലൽ അംബിയാഇ ഖൽഖൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അംബിയാക്കൾ നബിയായിട്ട് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്നെയാണ്. നബിയായിട്ട് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്നെയാണ്. ആ നബീനെ ബിഅ്സത്തായിട്ട്, അഥവാ നബിയായിട്ട് ജനങ്ങൾക്ക് നിയോഗിച്ചവരെ കൂട്ടത്തിൽ അവസാനത്തവൻ ഞാനാണ്. 1,00,000 ചില്ലാൻ നബിമാരെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളാര്? ഞാനാ നബിയാണ് സൃഷ്ടിച്ചത്. ആ നബിയായിട്ട് ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ അവസാനത്തവനാണ് ഞാൻ, ഹബീബുനാ റസൂലുള്ളാഹി. ഇത് അറിയോ? ഒരു റസൂലുള്ളാഹി ഒരു പ്രകാശം തീർന്നിട്ടില്ല. ഇതിന്റെ അവസാന ഭാഗം പറയുമ്പോൾ എത്തുമ്പോൾ അറിയും, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ആ നെറ്റിത്തടത്തിലേക്കുള്ള ആ പ്രകാശം ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ 1-2 ദിവസം കൂടി ഞാൻ എത്തിക്കും. എന്നിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുന്തു നൂറൻ ബൈന യദൈ റബ്ബി ഖബ്ല അൻ യഖ്ലുക ആദമ ബിഅർബഅതി അശറ അൽഫി ആം. ആദം നബി അലൈഹിസ്സലാമിനെ കുന്തു നൂറ ബൈന യദൈ റബ്ബി ഖബ്ല അൻ യഖ്ലുക ആദം. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്
എൻ്റെ റബ്ബിൻ്റെ അടുത്ത്, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാനായിരുന്നു. 14,000 കൊല്ലം. 14 സാബിർക്കിಂತ ಮುಂಚೆ നബി ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ ഹദ്റത്തിലായിരുന്നു. എങ്ങനെ? വകാന യുസബ്ബിഹു ദാലിക നൂർ, ആ എൻ്റെ പ്രകാശം അത് തസ്ബീഹ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. വകാന യുസബ്ബിഹു ദാലിക നൂർ, എൻ്റെ പ്രകാശമാകുന്ന ആ പ്രകാശം അത് തസ്ബീഹ് ചൊല്ലുമായിരുന്നു. മൻഖൂസ് മൗദൂദ് ഹദീസിൽ കാണാം, ആദം നബി അലൈഹി ഇസ്ലാം 2000 കൊല്ലത്തിനൊക്കെ മുമ്പ് ഞാൻ അള്ളാഹുവിൻ്റെ ഹദ്റത്തിൽ തസ്ബീഹ് ചൊല്ലുമായിരുന്ന ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞത് 14,000 വർഷം ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പ് ഞാൻ റബ്ബിൻ്റെ മുമ്പിലായിരുന്നു, റബ്ബിനടുത്തായിരുന്നു. എങ്ങനെ? ഞാൻ പ്രകാശമായിരുന്നു, റബ്ബിൻ്റെ മുന്നിൽ ഞാൻ പ്രകാശമായിരുന്നു. വകാന യുസബ്ബിഹു ദാലിക നൂർ, ആ പ്രകാശം എൻ്റെ ആ നൂറ് തസ്ബീഹ് ചൊല്ലുമായിരുന്നു. എപ്പോൾ? ഇത് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്ന 14,000 വർഷത്തിനു മുന്നോടും. എന്നിട്ട് പറയുന്നു, ആ എൻ്റെ പ്രകാശം തസ്ബീഹ് പറയുമ്പോൾ അതാ മലക്കുകളും ആ തസ്ബീഹിൻ്റെ കൂടെ, ആ നൂറ് പ്രകാശ തസ്ബീഹ് ചെയ്യുന്നതിന് കൂടെ മലക്കുകളും തസ്ബീഹ് ചൊല്ലും. നേതൃത്വം റസൂലുള്ളാഹിന്റെ നൂറാണ്. നേതൃത്വം കൊടുക്കുന്ന റസൂലുള്ളാഹിന്റെ നൂറാണ്, റസൂലുള്ളയാണ്. ചുറ്റും അവരെ കൂടെ തസ്ബീഹ് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികകളാണ്. അതാണ് പറഞ്ഞത്, വകാന യുസബ്ബിഹു ദാലിക നൂർ, ആ പ്രകാശം തസ്ബീഹ് ചൊല്ലുമായിരുന്നു. വതുസബ്ബിഹുൽ മലായികത്തി ബിതസ്ബീഹിഹി, ആ തസ്ബീഹിന്റെ കൂടെ മലക്കുകളും തസ്ബീഹ് ചൊല്ലും. അപ്പൊ നേതൃത്വം മുത്തുനബിന്റെ നൂറാണ്, അനുയായികൾ റഹ്മത്തിന്റെ മലക്കുകളാണ്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ സുൽബിഹി, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചപ്പോൾ ആ പ്രകാശത്തെ, ആ നൂറിനെ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുവിൽ അല്ലാഹു തആല ഇട്ട് കൊടുത്തു. അതാണ് ഇതിന് തുടക്കം. 14,000 കൊല്ലത്തോളം ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്ന 14,000 കൊല്ലത്തിലേക്ക് മുന്നേ അള്ളാഹുവിൻ്റെ പ്രകാശം ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശം ഇവിടെ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ആ തസ്ബീഹിൻ്റെ കൂടെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുമായിരുന്നു എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ഈ ഹദീസ് അതായത് റസൂലുള്ളാഹിന്റെ നൂറാകുന്ന ആ തസ്ബീഹിന്റെ കൂടെ മലക്കുകളും തസ്ബീഹ് ചൊല്ലുമായിരുന്നു എന്ന ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ആബിദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് മലക്കുകളുടെയും റസൂലാണ്. മനുഷ്യരുടെ റസൂല് മാത്രമല്ല, ജിന്നുകൾക്ക് റസൂല് മാത്രമല്ല, മലക്കുകൾക്കും ആരായിരുന്നു? അള്ളാഹു റസൂലായിട്ട് വന്നിരുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട ശൈഖുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, നമ്മുടെ ആത്മാക്കളുടെ അടിസ്ഥാനം, നമ്മുടെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ, നമ്മുടെ റൂഹിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷന് അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹായിരുന്നു. അതിൽ മുത്തുനബി ആദ്യമായിട്ട് ഒരു ഹദീസിൽ പറഞ്ഞത്, അന മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്നിട്ടാണ്. വൽ മുഅ്മിനൂന മിന്നീ, മുഅ്മിനീങ്ങൾ മുഴുവനും എൻ്റെ പ്രകാശത്തിൽ നിന്നിട്ടാണ്. അതാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ് ഞങ്ങളുടെ ആത്മാവിൻ്റെ അടിസ്ഥാനം. ഇൻഷാ അല്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ് മുഅ്മിനീങ്ങളുടെ, ഞങ്ങളുടെ റൂഹിൻ്റെ ആത്മാവിൻ്റെ അടിസ്ഥാനം, ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമുർറാഹിമായ അള്ളാഹു നമ്മളെ വക്കൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ